ഇപ്പം സാധാരണക്കാരൻ ഇത്തരമൊരു സന്ദർഭത്തിൽപ്പെട്ടാൽ സൈബർ സെല്ലിന് വിളിച്ചാൽ പിന്നെ എന്തായിരിക്കും നടപടികളൊക്കെ സ്വീകരിക്കുന്നത്? 1930 എന്നുള്ളതൊരു ബേസിക് നമ്പറാണ്. ഈ ബേസിക് നമ്പറിലൂടെ നമുക്ക് സൈബർ ക്രൈംസ്, സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡിന് വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണത്. ഇതിൽ നമ്മൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ എമൗണ്ട്, നഷ്ടപ്പെട്ട പണം ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതായത് ATM വിഡ്രോ ചെയ്ത് പോവുകയോ ചെക്ക് വഴി വിഡ്രോ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ടൈംലി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ബാങ്കിങ് ഇക്കോ സിസ്റ്റത്തിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 500 ഓഡ് ബാങ്ക്സ്, മെർച്ചൻറ്റ്സ്, അതുപോലെ തന്നെ വാലറ്റ്സ് ഒക്കെ ആയിട്ട് ഈ സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടുകയും കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോവുകയും ചെയ്യും. അപ്പോൾ 1930 എന്നുള്ള നമ്പർ ചെയ്യുന്നത് പ്രധാനമായും ഈ നഷ്ടപ്പെട്ട പണം റിക്കവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ലീഗൽ ആക്ഷൻ എടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇത്തരം ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് 1930 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇൻഫർമേഷൻ കൺസേൺ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പുഷ് ചെയ്യും. ഈ വിക്ടിം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിക്ടിമിനെ ബന്ധപ്പെടുകയോ വിക്ടിമിനെ നേരിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. അവിടെ ചെന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യാം. തീർച്ചയായിട്ടും FIR രജിസ്റ്റർ ചെയ്ത് ആ FIR കോടതിയിലേക്ക് പോകും. 1930 മുഖാന്തരം ഏതെങ്കിലും എമൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ചെയ്ത എമൗണ്ടിൻ്റെ വിവരവും കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കും. അതിനുശേഷം വിക്ടിം കോടതിയിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതി ഉത്തരവ് വാങ്ങിയാൽ മാത്രമേ ഈ എമൗണ്ട് ബാങ്കിൽ നിന്നും പണം നഷ്ടപ്പെട്ട അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുള്ളൂ. അപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ സൈബർ ഫ്രോഡിൻ്റെ അക്കൗണ്ടിൽ നിൽക്കുന്ന പണം വിക്ടിമിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും പ്രോസസ്സ് അതിന് ശേഷം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സൈബർ ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പോയി FIR രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് CC ചെയ്ത എമൗണ്ടിൻ്റെ വിവരം കോടതിയിലെത്തി എന്നറിയുമ്പോൾ തന്നെ കോടതിയിലൊരു പെറ്റീഷൻ വക്കീൽ മുഖാന്തരമോ നേരിട്ടോ കൊടുക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി സിസ്റ്റം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അടിസ്ഥാനപരമായി നമ്മൾ പരാതി നൽകുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ആ പരാതി ടൈംലി നൽകുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ വിളിക്കുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ പണം നഷ്ടപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മുടെ സക്സസ് റേറ്റ് വളരെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് കേസുകളിലൊക്കെ ചില കേസിൽ പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനകത്ത് വിളിച്ച പല കേസുകളിലും മുഴുവൻ തുകയും റിക്കവർ ചെയ്തിട്ടുണ്ട്. അതേസമയം മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ 10% പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. അപ്പോൾ ഗോൾഡൻ അവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിഡൻറ്റ് കേസുകളിലെ പോലെ തന്നെ സൈബർ ഫ്രോഡ് കേസസിലും നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ പ്രിവെൻറ്റീവ് അവയർനെസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ചുവട് മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ്, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പെൻഡിച്ചർ, നമ്മൾ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആലോചന, ഒരു ക്രോസ് ചെക്കിംഗ് നല്ലതാണ്. അത്തരമൊരു ക്രോസ് ചെക്കിങ്ങിനും നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. 1930 ഈസ് അവൈലബിൾ നോട്ട് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ബട്ട് ഓൾസോ ഫോർ എൻക്വയറീസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.